वासुदेव तव भासमानमिह रासकेलिरससौरभं दूरतो बिगनु नारदा गदिदमाकलय्य कुतुकाकुला वेशभूषण विलास पेशल विलासिनी शतसमावृता नागदो युगपदागदा वियदिवेगधोदसुरमण्डली नोदिनि नन्दनुदे गिरिवरविन्द्यशिरोदिनि वासिनि विष्णु विलासिनि जिष्णनुदे भगवति हेशिदि कण्ड कुडुम्बिनि भूरि कुडुम्बिनि भूरि कृते जय जय हे महिषासुर मर्दिनि रम्य कबर्दिनि शैलसुदे या कुन्देन्दु तुषारहारधवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितगरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रभृतिभिः देवैः सदा पूजिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിഞ്ഞു മുന്നില എനിക്കനേക ദൂരമുണ്ട വിണ്ട വിശ്രമം നടക്കുവാൻ സമര വിശോഷിത ശോണിത ബീജശ ഉത്ഭവ ശോണിത ബീജശദേ ശിവ ശിവ ശുംഭ നിശുംഭ മഹാഹവഡർപ്പിട ഭൂത പിശാചവദേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुदे मिडिकेलि संयुक्तं पीताम्बरसुशोभितम् अवाप्ततुलसीगन्धं कृष्णं वन्दे जगद्गुरुम् सुरललना तदतो 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 विनयोत्तर नृत्तरदे कृत कुकुतो कुकुतो कडदादिगकाळ कुतूहर गानरदे दुदुकुदुदु कडदिमिदिमिद ध्वनि वीरमृदङ्ग निनादरदे जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुदे मार्तगोचरकरी ओंकार बीजाक्षरी मोक्षद्वारकवाडपादनिकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी ഹരിരാക്ഷസവര സോദര ഹനുമാനോട് സഹിതം തരുണീമണി നിജ സീതയോടൊരു മെച്ചതി മധുരം തരസാ കുസുമ വിമാനവും അതിരുഹ്യ സുരസത്മനി എഴുന്നള്ളിന രഘുനായക ശരണം ചെങ്കോലില്ല കിരീടമില്ല കുടയില്ല അശ്വങ്ങളില്ല ആനയില്ല പോരിന് ഹുങ്കുമില്ല സഭയിൽ അംഗത്വമില്ലൊന്നിലും ശങ്കിക്കേണ്ടുടവാളുമില്ല തഴുകാൻ വെഞ്ചാമര
കോരിക കൊണ്ടുകോരി നിരയായി ഉണ്ണാനിരുന്നോക്ക് പൂവന്നം നീലെ വിളമ്പി നീങ്ങി മറയും എന്നന്നപൂർണേശ്വരി അൻപോടേരി വിഷപ്പൊടി വിഷയിൽ പാന്തൻ വരുന്നു മരക്കൊമ്പിന്മേൽ പതിവിൻ പടിക്കുരു പൊതിച്ചോറന്ന് വച്ചേക്കണേ. ചാടി വന്നു ശകടാസുരന്ത ചടാതൊരും വെട്ടുമുകുന്ദാത്രേ വടാത പാതേന ഹനിച്ചു ബാലൻ ചടായിരം ഗണ്ഡമതായി വീണു. വിതനോടു പടതെല്ലും വിരൽ താരകങ്ങൾ പത്തും ചിത്തം തുളുമ്പി ചൊരിയുമരിയ നിന്ന് അമ്പൊഴു കൂറിയോടി സത്തും ചിത്തും കലർത്തി ശരവണ ഭവനി ഞാനുമായിട്ടൊരു നാൾ മുത്തും മുത്തുണ്ടിരിപ്പാൻ കനകമയിൽ കരേറി കളിച്ചോടിവാനി. ജടക്കെട്ടാം കട്ടിക്കരിമുകിൽ നിരക്കുള്ളിലിടയും തടിത്തമ്പും പാമ്പും ശശധര കലാലങ്കരണവും ദൈവതം സകരുണം രാമം ഭജേ സാദരം രാമേണാഖില ഘോര പാപരഹിതോ രാമായ ദത്തം മനാ രാമാനാസ്തി ജഗത്രൈകസുലഭോ രാമസ്യ ദാസോസ്മ്യഹം രാമിൽ ദയേ വസതി ക്വദപക്വചക്പക്വദമാദിവിധി. അമ്പിളിക്കലയും അമ്പരക്കുളവും അമ്പരന്ന മണിനാഗവും ചെന്തിരിച്ചിടയിടയ്ക്കണിഞ്ഞു ചെറുമാൻ കിടാവു വരദാഭയും അമ്പിനോടു ുമുപടുരവ പദമന്ദിന്യ കൽപശ്മാരുഹ വികസിത കുസുമദ മധുരസ മധുരിമ സഹചാരിണ്യ മന്ദക്ഷ്മാദര വിമലിത ജലനിധി ഗുമുപടുരവ മദമന്ദിന്യ ശൈലാദീശ്വര നൃപവര നിധനദുബുധ സുഗമൈതവ ഭജസാം ശ്രേണ്യ. വിദ്യാരംഭം ഹരിശ്രീ ഗണപതി നമ ഭാരതി വാഴ്കനാവിൻ മധ്യേ സ്വനാക്ഷരത്താൽ ഗുരുവരലിഖിതം ദേവരും ദേവിമാരും തത്തുല്യൻ ദേശികാഗ്രൻ കനിവിവനുതിരാലർത്തരാലർത്തമോദം ഭക്ത്യാപാദേന മിക്കു വിനകളൊഴിയണം മംഗളം കൈവരേണം. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവിനുര ചെയ്വതിന്നരുൾകൻ നാരായണായ നമ. കോടേറി ദിശപ്പൊടി ദിശയിൽ ഈ പാന്തൻ വരുന്നു മരക്കൊമ്പിന്മേൽ പതിവിൻ പടിക്കൊരു പൊതിച്ചോറങ്ങു വച്ചേക്കണേ. പ്രണതാരാ പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാ ഭവ. തുഞ്ചന്യഞ്ജകമായി പുനം വദനമായി ഉണ്ണായി കണ്ണായുമ കുഞ്ചൻ പുഞ്ചിരിയായി ഇടയ്ക്കു വിലസും പൂന്താന മണ്ണോട്ടമായി തഞ്ചും തമ്പിനി ദമ്പമായി അഴകിഴും ഓട്ടൂര് തന്നൂരുവായി
അഞ്ചും കേരളവാണി നിൻ മഹിമയെ താണ്ടുമോ തേണ്ടു ഞാൻ. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ക്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഇത് സംസ്കൃത സർവകലാശാലയിൽ വെച്ചാണ്. കുറച്ച് വർഷം മുമ്പിലേ ഇവിടെ ഉത്തര കേരള അക്ഷരശ്ലോക സമിതിയുടെ നേതൃത്വത്തിൽ ഈ അങ്കണത്തിൽ വെച്ച് ഒരു പുസ്തക പ്രകാശനം നടത്തി. KH സുബ്രഹ്മണ്യം, AK നമ്പ്യാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുപരിചിതനായിട്ടുള്ള AK നമ്പ്യാർ സംസ്കൃത സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു. അതുകൂടാതെ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്, നമുക്ക് പുതിയ തലമുറയിലേക്ക് ഈ ശ്ലോകം എത്തിക്കണം. പുതിയ തലമുറയിൽ നിന്ന് ആരും ഈ ശ്ലോകത്തിൻ്റെ വേദിയിലേക്ക് വരുന്നില്ല. ശ്ലോകം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ സാഗരമാണ്. ഓരോ ശ്ലോകത്തിൻ്റെ ഓരോ വരിയും അറിവിൻ്റെ മുത്തുമണികളാണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഇതിനെന്താണ് ഒരു മാർഗം? നമ്മൾ അതിനു വേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നടത്തണം. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ പല സ്കൂളുകളിലും സന്ദർശിച്ച് ഈ നിർദ്ദേശങ്ങൾ വെച്ചു. അതിൽ പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെയുള്ള ഗേൾസ് സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രമാണ് നമുക്ക് ശരിക്കും ഒരു സൗകര്യം കിട്ടിയത്. മറ്റെല്ലാ സ്കൂളുകളും ഇത് സമ്മതിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ആർക്കും ഇത് നടത്താനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഈ ചെറിയ മോളുടെ പ്രായത്തിലായിരിക്കണം ഞാൻ അക്ഷരശ്ലോക വേദിയിൽ വന്നിട്ടുള്ളത്. ഇത്രയും കൊല്ലം ഇതൊരു ഉപാസനയായിരുന്നു. അക്ഷരശ്ലോകത്തിൻ്റെ ഒരു ഉപാസനയാണ്. വലിയവരുടെയും ചെറിയവരുടെയും എല്ലാം ഇടയിൽ ഞാൻ ശ്ലോകം ചൊല്ലിക്കുന്ന പല പല വേദികളിലും. ക്ഷേത്രങ്ങളാണെങ്കിൽ തൃക്കണ്ണാട് ക്ഷേത്രം മുതൽ വടക്ക് മല്ലികാർജുന ക്ഷേത്രം, അതുപോലെ കുട്ടമത്ത് ഫാമിലി കുടുംബക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം കാഞ്ഞങ്ങാട്, അതുപോലെ ഇവിടെ രാഘവപുരത്ത് ഹനുമാനമ്പലം, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്ന പരിചയം എനിക്കുണ്ട്. ഒരു കുറേ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തു. ഇവർ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതിൽ നിന്നും ചാമ്പ്യന്മാരായിട്ടുള്ള കുട്ടികൾ ഉരുത്തിരിഞ്ഞ് വരും. പക്ഷെ ആദ്യം അക്ഷരശ്ലോകത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അത് വലിയ സന്തോഷമുണ്ട്. എനിക്ക് വളരെ വയസ്സായി, 84ാമത്തെ വയസ്സിലെത്തി. ശതാബ്ദി, സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ശതാബ്ദി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്നത് ഞാനാണ്. ഇനി എത്ര നാൾ ഇത് കൊണ്ടുപോകാൻ കഴിയുന്നറിയില്ല. കുട്ടികളുടെ മുഖം കാണുമ്പോൾ എപ്പോഴും അവരുടെ കൂടെ നിന്ന് ചെല്ലണം. യഥാർത്ഥത്തിൽ അവരുടെ ആ മുഖം കാണുമ്പോൾ അവരുടെ കൂടെ ചൊല്ലുമ്പോൾ കിട്ടുന്ന ഊർജ്ജം കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയാം. ഇതാണ് നമ്മുടെ ഈ പരിപാടിയുടെ കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിരിക്കുമെന്ന് തോന്നുന്നു. വളരെ വിഷമം പിടിച്ച ശ്ലോകങ്ങളും അവർ ചൊല്ലിയിട്ടുണ്ട്. തെറ്റുകൂടാതെ കൊച്ചുമക്കൾ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം സ്റ്റാറാണ്. ഈ ചെറിയ കുഞ്ഞുമോനെ ഇപ്പം വന്നതാണ്. അവർ അക്ഷരശ്ലോകം മോദിയിടിൽ അച്ചുകൂടാതെ ചൊല്ലണം, അച്ചുകൂടാതെ ചൊല്ലിയിടിൽ അക്കൈക്ക് വള നൽകുവാൻ. ഇങ്ങനെ ഒരു പാരമ്പര്യം പണ്ടേ നമ്മുടെ കേരള നാട്ടിൽ ഉണ്ടായിരുന്നു. അച്ചുകൂടാതെ ചൊല്ലണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു അക്ഷരം വന്നാൽ ആ അക്ഷരത്തിൽ കൃത്യമായിട്ട് ചൊല്ലണം. അങ്ങനെ ചൊല്ലാൻ അവസാനം വരെ കിട്ടില്ല മത്സരത്തിൽ. ഇവിടെ വഴിക്ക് വെച്ച് പൊട്ടിപ്പോകും. അങ്ങനെയുള്ളവർ ഔട്ടാവും. അവസാനം ജയിക്കുന്നത് വളരെ നല്ല പ്രഗത്ഭനായിട്ടുള്ള ആൾ മാത്രമേ ജയിക്കൂ. അങ്ങനെ ജയിക്കുന്ന ആൾക്ക് സ്വർണത്തിൻ്റെ വള കൊടുക്കണം. അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാണ് കുഞ്ഞുമോൻ ചോദിച്ചത് ഈ ശ്ലോകം. അപ്പോൾ അവരതിനെ പറ്റിയുള്ള മനസ്സിലാക്കട്ടെ, അവരിനി വളർന്നു വരട്ടെ. ഈ സദസ്സിൽ നോക്കിയാൽ മതി. ഓരോ കൊല്ലവും ചൊല്ലി പിന്നെ തഴക്കം കിട്ടി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ സമ്മാനം പഠിച്ചവർ നിരവധി ഇതിലുണ്ട്. അപ്പോൾ ഇത് വെറുതെ കേവലം അക്ഷരശ്ലോകത്തിൻ്റെ ഒരു പരിചയം മാത്രമല്ല, അതിന് വേണ്ടുന്ന വിധത്തിലുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്മൃതിരവി തുളസി സർവ
തീർത്ഥാനി വിദ്യ നാനാശാസ്ത്രേതിഹാസ അഭി സകല പുരാണാനി വർണ്ണാശ്രമാശ്ച സാഖ്യം ജ്ഞാനം ച യോഗ അഭിയമനിയമോ സർവകർമാണി കാല സർവേ സത്യാദ്യവയവസഹിത മംഗളം മേ ദിശന്തു മംഗളം മേ ദിശന്തു മംഗളം മേ ദിശന്തു. ഇനി 2 ശ്ലോകങ്ങൾ കൂട്ടായിട്ട് നമ്മൾ അക്ഷശ്ലോകത്തിനെ പറ്റിയുള്ളതാണ്, ഗ്രൂപ്പായിട്ട് ചൊല്ലും. കളിവീടാം കേരളത്തിൽ തുടിക്കും കലകളിലെ തിരറ്റുള്ള അക്ഷര ശ്ലോക ശില്പം കലകളിലൊരു കേളിക്കൊത്ത വിജ്ഞാനവായ്പിൽ കലകളെ വിളയുക ബാലവൃത്തി നടത്തി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ